നമസ്കാരം. നമ്മൾ ഇന്ന് PSC നടത്തിയ ഒരു സ്റ്റേറ്റ് ലെവല് ലാബ് അറ്റംപ്റ്റ് എക്സാമിൻ്റെ ആൻസർ കീ നോക്കിയാലോ നമുക്ക്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ് ബൽഗാം സമ്മേളനം, അല്ലെ? ഓപ്ഷൻ സി ബൽഗാം സമ്മേളനമാണ് ഇത് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഏക INC സമ്മേളനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം: പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായിട്ട് യുനെസ്കോയുടെ സാഹിത്യ പദവി സ്വന്തമാക്കിയ നഗരം ഏതാ? ഓപ്ഷൻ ബി ആണ് കോഴിക്കോട്. നാലാമത്തെ ചോദ്യം: തന്നിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാണ്? ഓപ്ഷൻ എ ആണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാള രാജ്യം എന്നുള്ളത് തെറ്റാണ്. അഞ്ചാമത്തെ ചോദ്യം: താഴെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, 3, 1, 4, 2 എന്നുള്ള രീതി. ഇനി ആറാമത്തെ ചോദ്യം: ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകിയ നേതാക്കന്മാരെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഏഴാമത്തെ ചോദ്യം: താഴെ പറയുന്നതിൽ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകത ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2 മാത്രമാണ്. എട്ടാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഏതാ? ഓപ്ഷൻ ബി അടൽ സേതു ആണ്. ഒൻപതാമത്തെ ചോദ്യം: ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ രീതിയിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ബി ആണ് രശ്മി, മാല എന്നിവ പേര് നൽകിയതാരാ? ശ്രീലങ്കയാണ്. പത്താമത്തെ ചോദ്യം: ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ ആണ്, 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 11ാമത്തെ ചോദ്യം: ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായിട്ടുള്ള ജോഡി ഏതൊക്കെയാ? ഓപ്ഷൻ എ ആണ്, മാനസും അതുപോലെ സുബൻസരിയുമാണ്. 12ാമത്തെ ചോദ്യം: ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴയുടെ ഒഴുകുന്ന പ്രദേശം ഏതാ? ഓപ്ഷൻ സി ആണ്, അട്ടപ്പാടിയാണ്. 13ാമത്തെ ചോദ്യം: കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ്. ഓപ്ഷൻ ഡി, ജാർഖണ്ഡ്. 14ാമത്തെ ചോദ്യം: 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്ത് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. 15ാമത്തെ ചോദ്യം: ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാന്ന് വെച്ചാൽ ഓപ്ഷൻ ബി പങ്കജ് ചൗധരിയാണ്. 16ാമത്തെ ചോദ്യം: നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര്? ഓപ്ഷൻ സി നിഫ്റ്റി ആണ്. 17ാമത്തെ ചോദ്യം: 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? 1 ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, അതുപോലെ ആഗോളവൽക്കരണവും, അല്ലെ? 1ഉം 2ഉം ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉമാണ്. നബാർഡ് സ്ഥാപിതമായ വർഷം 1982. 19ാമത്തെ ചോദ്യം: ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി ആണ്, കർഷകരുടെ കുടിയേറ്റമാണ്. 20ാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടുന്നായിരുന്നു? ഓപ്ഷൻ സി ബ്രിട്ടനിൽ നിന്നാണ്. ഇനി 21ാമത്തെ ചോദ്യം, ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകൾ പറഞ്ഞവയെല്ലാം എന്താണ്? ശരിയാണ്. ഇനി ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, അതായത് CRPCയുടെ പുതിയ പേരാണ്. ഓപ്ഷൻ ബി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണ്. ഇനി 22ാമത്തെ ചോദ്യം: നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ? ഓപ്ഷൻ ബി ആണ്, മാർക്ക് റൂട്ടെയാണ്. 24ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ച് കിട്ടാവുന്ന അവകാശം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, സമാധാനപരമായിട്ട് യോഗം ചേരാനുള്ള അവകാശമാണ്. 25ാമത്തെ ചോദ്യം: നിയമനിർമ്മാണത്തിലുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാ? 1 ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും എന്താണ്? തുല്യ അധികാരമാണ്. പക്ഷെ രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത് ലോക്സഭയിലാണ്, ഇവിടെ കൊടുത്തിരിക്കുന്നത് രാജ്യസഭയാണ്. മൂന്നാമത്തത് നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമുണ്ട്. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 26ാമത്തെ ചോദ്യം: താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ഇത്? ഓപ്ഷൻ എ കർണാടക. 27ാമത്തെ ചോദ്യം ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 2, 3, 1, 4 എന്നുള്ളതാണ്. 28ാമത്തെ ചോദ്യം: വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകൾക്കായിട്ട് നടത്തുന്ന പദ്ധതികൾ ഏതൊക്കെയാ? ഓപ്ഷൻ ഡി ആണ്, ഇതൊക്കെ എന്താണ്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. 29ാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കേരളത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി? ഓപ്ഷൻ എ ആണ്, നവജീവൻ ആണ്. 31ാമത്തെ ചോദ്യം: ഓപ്ഷൻ 1 തെറ്റാണ്, 2 ശരിയാണ്. 32 കാലക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ളായിരുന്നു. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ
സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി 33ാമത്തെ ചോദ്യം, 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ എ ആണ്. 3ഉം 4ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 34ാമത്തെ ചോദ്യം, ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, ഊർജം നൽകുക എന്നുള്ളതാണ്. 3R തത്വത്തിന്റെ ശരിയായ ക്രമം ഓപ്ഷൻ സി ആണ്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നുള്ളതാണ്. ഇനി 36ാമത്തെ ചോദ്യം, എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഏതാ? ഓപ്ഷൻ ഡി ആണ്, ലിഗ്മെന്റുകളാണ്. 37 താഴെ പറയുന്നതിൽ അനിയന്ത്രിതമായ കോശ വളർച്ച മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? ക്യാൻസർ ആണ്. ഓപ്ഷൻ എ ക്യാൻസർ ആണ്. ഇനി 38ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നതിൽ ആരാന്ന് വെച്ചാൽ ആരാ? ഓപ്ഷൻ എ ആണ്, ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ എന്നാണ് കേട്ടോ. ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ. ഇനി 39ാമത്തെ ചോദ്യം, ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്, പീനിയൽ ഗ്രന്ഥിയാണ്. 40ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ? ഏതാ? B3 ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ്, വൈറ്റമിൻ ബി എന്നുള്ളതാണ്. ഇനി 41, ചിക്കൻ ബോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമമാണ്? ഓപ്ഷൻ ഡി, വാരിസെല്ല സോസ്റ്റർ ആണ്. 42, ഇന്ത്യയുടെ 3ാമത് ചന്ദ്രദൗത്യമായിട്ടുള്ള ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന? ഓപ്ഷൻ ബി ആണ്, 14 ജൂലൈ 2023. 43ാമത്തെ ചോദ്യം, ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ഇന്ത്യൻ വനിതാര? ഓപ്ഷൻ ബി, സുനിത വില്യംസ് ആണ്. ഇന്ത്യൻ വംശജയാണ് ശരിക്ക്. 44ാമത്തെ ചോദ്യം, ഗുരുത്വാകർഷണ മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്ന എവിടെയാ? ധ്രുവപ്രദേശങ്ങളിലാണ്. ഓപ്ഷൻ ബി ആണ്, ധ്രുവപ്രദേശങ്ങളിലാണ്. ഓപ്ഷൻ ബി ആണ്. 45ാമത്തെ ചോദ്യം, മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ചോദിച്ചാൽ ഏതാ? വികിരണമാണ് അല്ലെ. വികിരണമാണ്. 46, മനുഷ്യന്റെ ശ്രവണ പരിധി ഏതാ? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. 47, പുതുതായി കണ്ടുപിടിച്ച അറ്റോമിക നമ്പർ 118 ഏതാ? ഒഗനസോൺ അല്ലെ. ഒഗനേസൺ ആണ്. 48ാമത്തെ ചോദ്യം, ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ എ ആണ്, ജോൺ ഡാൾട്ടൺ ആണ്. 49, ഓസോൺ പാളിയിലെ വിള്ളലുണ്ടാക്കുന്ന വാതകം ക്ലൂറോ ഫ്ലൂറോ കാർബൺ ആണ്. ഓപ്ഷൻ ഡി, ക്ലൂറോ ഫ്ലൂറോ കാർബൺ. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും ഒരു മോളിനുണ്ടായിരിക്കേണ്ട വ്യാപ്തം? ഓപ്ഷൻ സി ആണ്, 22.4 ലിറ്റർ ആണ്. 51, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡേ ആണ്. 52, വയനാട് ദേശം പശ്ചാത്തലമായിട്ട് വരുന്ന ഷീല ടോമിയുടെ നോവൽ? ഓപ്ഷൻ സി, വല്ലിയാണ്. 53, ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേരാണ്? ഓപ്ഷൻ ബി, നീലവെളിച്ചം. 54, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാന്ന് കണ്ടെത്താം. ഇതിൽ ശരിയായത് ഏതാ? ഓപ്ഷൻ ഡി ആണ്. ഇവ 3 എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 55ാമത്തെ ചോദ്യം, 55ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 56, കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക? ഓപ്ഷൻ എ, കേളിയാണ്. 57, കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം എവിടെയാ? തോന്നക്കലാണ് അല്ലെ. ഓപ്ഷൻ ബി, തോന്നക്കലാണ്. അതുപോലെ 58ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായിട്ടുള്ള വാസന വികൃതി ഏത് മാസികയില? ഓപ്ഷൻ ബി ആണ്, വിദ്യാ വിനോദിനിയിലാണ്. 59ാമത്തെ ചോദ്യം, മൈക്രോസോഫ്റ്റിന്റെ AI സംവിധാനം ചോദിച്ചാൽ ഏതാ? കോ പൈലറ്റ് ആണ്. ഓപ്ഷൻ ബി, കോ പൈലറ്റ് ആണ്. 60, താഴെ പറയുന്നതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൊതുവായിട്ടുള്ള ഭാഷ ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, പൈത്തൺ ആണ്. 61, കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാ? ഓപ്ഷൻ സി ആണ്, പ്ലോട്ടർ ആണ്. 52, GPS-ന്റെ പൂർണ്ണ രൂപമാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. 63, വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത്? ഓപ്ഷൻ ഡി, കുക്കിയാണ്. 64, അന്താരാഷ്ട്ര സംഘടനയാണ്. ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നത്? ഓപ്ഷൻ സി, യുനിസെഫ് ആണ്. 65, ഗാർഹിക പീഡന നിയമം 2005. ഗാർഹിക പീഡനം എന്നാൽ എന്താ? ഓപ്ഷൻ ഡി ആണ്, എയും ബിയും സിയും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഇനി 66ാമത്തെ ചോദ്യം, ഗാർഹിക പീഡന നിയമം പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ, തൊഴിലിടമാണ്. 67, ഏത് വർഷമാണ് പട്ടികജാതി അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത്? ഓപ്ഷൻ സി ആണ്, 1989. 68ാമത്തെ ചോദ്യം, ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം ലഭിക്കാൻ എവിടെയാ സമീപിക്കേണ്ടത്? ഓപ്ഷൻ ബി ആണ് അല്ലെ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയാണ്. 69, 2012 പോക്സോ നിയമം ബാധകമാകുന്നത്? ഇന്ത്യ മുഴുവനും ബാധകമാണ്. 70ാമത്തെ ചോദ്യം, കുട്ടികളെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറേണ്ടത് എന്ന് മുതല? റിപ്പോർട്ട് ചെയ്തിട്ട് 24 മണിക്കൂറിനുള്ളിലാണ്. ഇനി 71ാമത്തെ ചോദ്യം, ഇനി മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. 71ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവ 3 എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 72,
ചെയ്തിട്ട് ആൻസർ കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി 73ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 89 ആണ്. 74ൻ്റെ ആൻസർ ഓപ്ഷൻ സി 5, 25, 9 എന്നുള്ളതാണ്. 75ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 4 ആണ്. 76ൻ്റെ ആൻസർ വരുന്നത് ഇതിൽ തെറ്റായത് ഏതാണെന്നാണ്, ഓപ്ഷൻ ഡി ആണ് കേട്ടോ തെറ്റായത്. ഇനി 77ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവ ഒന്നുമല്ല. 78നും ആൻസർ ഇല്ലെന്നാണ് തോന്നുന്നത്, ആൻസർ ഇല്ല. ഇനി 79ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ, 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഇനി 8ാമത്തെ ആൻസറും കിട്ടിയിട്ടില്ല, 80ാമത്തെ ആൻസർ കിട്ടിയിട്ടില്ല. 81ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 82 ഓപ്ഷൻ ബി ആണ്. 83ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റൂറൽ ആണ്. ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി ആണ്. ഇനി 84 വരുന്നത് ഓപ്ഷൻ സി, 84ൻ്റെ ആൻസറും ഓപ്ഷൻ സി ആണ്. 83ഉം 84ഉം സി ആണ്. 85ൻ്റെ ആൻസർ വരുന്നത് 85 ഓപ്ഷൻ ബി ആണ്. 85 ഓപ്ഷൻ ബി ആണ്. 86ൻ്റെ ആൻസർ 86 ഓപ്ഷൻ ഡി ആണ്, അബ്സ്റ്റെയിൻ ആണ്. 87ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 88 ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി ആണ്. 88ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി 89 ആഡ്വേർബ്, ഓപ്ഷൻ ബി ആഡ്വേർബ്. 90ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഹാവ് ഇൻ ടു യു ആണ്. ഇനി 90 ലാസ്റ്റ് വരുന്ന കുറച്ച് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. 91ാമത്തെ ആൻസർ വരുന്നത് ഏതാ, ഉചിതമായ സ്ഥിതി എന്ന് പറയുന്നത് ഔചിത്യമാണ് അല്ലെ, ഓപ്ഷൻ എ ആണ്. 92 ഋതം അനൃതമാണ്. 45 4ഓ 5ഓ എന്നുള്ളതാണ്. 94 കൽമതം ഏതാ, കന്മതമാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, ഓപ്ഷൻ ബി ആണ്. 96ൻ്റെ ആൻസർ വരുന്നത് അധ്യാപികമാരാണ്. കച്ചകെട്ടുക എന്താ, സന്നദ്ധമാവുക. അലയാഴി എന്ന് പറഞ്ഞാൽ അല അധികം ആഴിയാണ്. തലമുടിയുടെ പര്യായ പദം അല്ലാത്ത ഓപ്ഷൻ ഡി തുഹിനമാണ്. 100ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആട്ടോ, 1ഉം 3ഉമാണ് ശരി.